ട്രംപുമായി ബന്ധപ്പെട്ട് ഏറെ വിചിത്രമായ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. ഇറാൻ എന്നോട് ഇറാന്റെ പരമോന്നത നേതാവാകാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. വാഷിങ്ടൺ DC-യിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ചത്. ഓരോ ദിവസവും ഓരോരോ അവകാശവാദങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. കേൾക്കുന്നവർക്ക് ഇയാൾക്ക് കിറുക്കുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ നിഗമനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അമേരിക്കയുടെ പ്രസിഡന്റുമാർ അവരിരുന്ന പദവി എന്താണ് എന്നും ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന വാക്കിനെ ലോകം എങ്ങനെ ഗൗനിക്കുന്നു എന്നതുമൊക്കെ ആ രാഷ്ട്രത്തിൻ്റെ അധീശത്വത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഒരു രൂപമായി കണ്ടിരുന്നു. എന്നാൽ ഇന്ന് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് ഒരു ആദർശവുമില്ല, ഒരു എത്തിക്സുമില്ല, ഒരു ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ്യതയില്ല. ഇപ്പോൾ പറഞ്ഞതല്ല അടുത്ത നിമിഷം പറയുന്നത്, അടുത്ത നിമിഷം ഇങ്ങനെ താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്ക് പറയാൻ ഒരു മടിയുമില്ലാത്ത, കള്ളം പലതവണ ആവർത്തിക്കുന്ന ഒരു ലോക നേതാവിനെ ഈ ലോകം ഈ കാലഘട്ടത്തിൽ സഹിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നവർക്കൊക്കെ ചിരി തോന്നിപ്പോകും. കാരണം ഇറാന്റെ പരമോന്നത നേതാവാകാൻ തന്നോട് അവിടുത്തുകാർ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഈ ആയത്തുള്ള ഖുമൈനിയുടെ ആ ഒരു ഭരണകാലം, ആയത്തുള്ളകളുടെ ഭരണം വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഷിയാ ഭരണത്തിന് മുൻപ് അവിടെ പെഹ്ലവി രാജവംശത്തിൻ്റെ പരമ്പരയുണ്ടായിരുന്നു. അതിൽ തന്നെ റസാ പഹ്ലവി ഇന്ന് അമേരിക്കയിൽ അഭയസ്ഥനായി അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസാ പഹ്ലവിയെ വാഴിക്കും ഈ ആയത്തുള്ള ഖുമൈനിമാരുടെ ഭരണം അവസാനിപ്പിച്ച് റസാ പഹ്ലവി അവിടെ കൊണ്ടുവരുമെന്നൊക്കെയാണ് ട്രംപും പാശ്ചാത്യരുമൊക്കെ സ്വപ്നം കാണുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് തന്നെ എക്കാലവും അമേരിക്കയുടെ അധിനിവേശങ്ങളെ പിന്തുണച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് പിന്തുണക്കാതിരിക്കുകയാണ്. പിന്തുണക്കുന്നത് അല്പം ചില ആശ്രിത രാജ്യങ്ങൾ മാത്രമാണ്. ട്രംപ് പലതരത്തിൽ നുണകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന അവകാശവാദമായിരുന്നു ട്രംപ് ആദ്യം മുന്നോട്ട് വച്ചിരുന്നത്. പിന്നീട് ഇറാന്റെ മിസൈലുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടെന്നും ശേഷം ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തു എന്നും പിന്നീട് പറയുന്നത് ഇറാൻ നാവികസേനയെ തങ്ങൾ നാമാവശേഷമാക്കി എന്നാണ്. തുടങ്ങി ഒരു വ്യക്തതയുമില്ലാത്ത മാലപ്പടക്കങ്ങളായിരുന്നു നുണയുടേത് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നത്. ഇറാൻ തന്ത്രപരമായ മറുപടികളാണ് ഇതിനെല്ലാം നൽകിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടയിലാണ് ഇറാനിൽ ഇപ്പോൾ നേതാക്കളില്ല എന്നും എല്ലാവരും കൊല്ലപ്പെട്ടെന്നും അതിനാൽ പരമോന്നത നേതാവാക്കാൻ ഇറാൻ തന്നോട് ആവശ്യപ്പെട്ടു എന്നുമൊക്കെ ട്രംപ് വ്യക്തമാക്കുന്നത്. ഒറ്റവാക്കിൽ ഒന്നുകിൽ ട്രംപിന് കിറുക്കാണെന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ മറ്റെന്തോ. അതെന്തായാലും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ട്രംപ് മുന്നോട്ട് വെച്ച ഒരു ഉപാധിയും ഇറാന് സ്വീകാര്യമല്ല. എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പങ്കുവെച്ചൊരു കാര്യമുണ്ടായിരുന്നു. മൊസാദ് കൊണ്ടുപോയി ചില യുദ്ധതന്ത്രങ്ങൾ നെതന്യാഹുവുമായി പങ്കുവെച്ചു. നെതന്യാഹു യുദ്ധം ആഗ്രഹിച്ചിരുന്ന നെതന്യാഹു അത് ട്രംപിനെ വിശ്വസിപ്പിക്കുന്നതിൽ വിജയിച്ചു. ഇസ്രായേലിൻ്റെ തന്നെ സൈനിക ഇൻ്റലിജൻസും അമേരിക്കയുടെ തന്നെ സൈനിക തന്ത്രജ്ഞരുമൊന്നും ഈ മൊസാദിൻ്റെ ഈ തന്ത്രത്തെ അത്ര കണ്ട് വിശ്വാസമെടുത്തില്ല എന്നും, എന്നാൽ ഈ ഒരു പ്രഷർ കൊണ്ട് പറയുന്നത് പ്രസിഡന്റാണ്, പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ യുദ്ധം ചെയ്യാൻ ഏത് സാഹചര്യത്തിലും സൈന്യം തയ്യാറാവണം. അതുകൊണ്ട് തന്നെ ആ സൈന്യത്തിന് മേലുള്ള സമ്മർദ്ദം കൊണ്ടാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. യുദ്ധം പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. കനത്ത തിരിച്ചടി ലഭിച്ചു. കനത്ത തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയുടെ എല്ലാ അവകാശവാദങ്ങളും F-35 ഉൾപ്പെടെ F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ തകർക്കപ്പെട്ടു. മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലും ആശ്രിത രാജ്യങ്ങളിലുമൊക്കെ കൊണ്ടുപോയി വച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ യാതൊരു മടിയും കൂടാതെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഈ പ്രതിരോധങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ, തിരിച്ചടി ഗണ്യമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇറാൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ, ഇറാൻ അറ്റാക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധമൊന്ന് അവസാനിച്ച് കിട്ടണമെന്ന് കരുതിക്കൊണ്ടാണ് റഷ്യയുമായി പുടിനുമായി 1 മണിക്കൂർ ഫോൺ സംഭാഷണം നടക്കുന്നത്. പക്ഷേ ഇറാൻ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ്. പന്ത് ഇറാന്റെ കോർട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ട്രംപ് 15 ഉപാധി മുന്നോട്ട് വെക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തി.
ഹോർമുസ് അഥവാ ഇറാന്റെ കയ്യിലുള്ള തന്ത്രപരമായ ഈ ഒരു പ്രദേശത്ത് ഞാനും ആയത്തുള്ളയും ചേർന്ന് ഹോർമുസ് ഭരിക്കും എന്ന് വരെ പറഞ്ഞു നോക്കി. അവിടെയും നാണം കെട്ടു. പിന്നാലെ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ ഈ പറയപ്പെട്ട പോലെ റഷ്യയുമായി മറ്റും ചർച്ചകൾ നടത്തി. പാകിസ്ഥാൻ ഇറാനുമായി ഒരു കമ്മ്യൂണിക്കേഷൻ തുറന്നപ്പോൾ നീണ്ട 15 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് അമേരിക്ക കൂടുതൽ പ്രഷർ ഇറാന് മേൽ ഉന്നയിക്കുന്നതാണ് കണ്ടത്. ആ 15 ഉപാധികൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിന്നാണ് അമേരിക്ക എത്രമാത്രം പരാജയം രുചിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. അതിൽ ഒന്നാമത്തേത് ആണവ പദ്ധതികൾ ഇറാൻ അവസാനിപ്പിക്കണം എന്നാണ്. നിലവിലുള്ള എല്ലാ ആണവ ശേഷികളും പൂർണ്ണമായും ഇറാൻ ഇല്ലാതെയാക്കണമെന്നാണ് ഒന്നാമത്തെ ഡിമാൻഡ്. 2, ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഉറപ്പ് നൽകണം. 3, ഇറാന്റെ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കില്ല. 4, ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് IAEAക്ക് കൈമാറണം. മറ്റൊന്ന്, നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നീ ആണവ നിലയങ്ങൾ പ്രവർത്തന രഹിതമാക്കി നശിപ്പിക്കണം. മറ്റത്, അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് ഇറാന്റെ എല്ലാ സൈനിക ആണവ കേന്ദ്രങ്ങളിലും പൂർണ്ണ പരിശോധന അധികാരം നൽകണം. നിങ്ങൾ നോക്കൂ, ഇത്തരത്തിൽ ഇറാന്റെ എല്ലാ അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയമൊക്കെ IAEAക്ക് കൊടുക്കണം. IAEA എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തന്നെ മറ്റൊരു മുഖമാണ്, അവർക്ക് നൽകണം. ഇത് ഇസ്രയേലിന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ അത് ബാധകമല്ല. അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും എല്ലാ സൈനിക കേന്ദ്രങ്ങളിലും പൂർണ്ണ പരിശോധനാധികാരം നൽകണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് പരിശോധിക്കാൻ തൊട്ടടുത്ത ഒരാൾക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഇറാനും ഇതൊന്നും ഒരിക്കലും സ്വീകാര്യമാകുന്ന ഒന്നല്ല. മാത്രമല്ല, ഇത് പറയുമ്പോൾ തന്നെ ഇത് പറയാൻ പാടില്ല എന്ന് പറയാൻ അമേരിക്ക അതിശക്തമുള്ള രാഷ്ട്രമായിരിക്കാം, ലോക പോലീസ് ചമയുന്ന രാഷ്ട്രമായിരിക്കാം. എന്നാൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനുള്ളിലുള്ള വിഷയങ്ങളിലേക്കാണ് തങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത് എന്ന ലോകത്തിലെ തന്നെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, തങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യം ഉൾക്കൊള്ളുന്നവരാണ്, ഏറ്റവും വലിയ ഉന്നത ചിന്ത വെച്ച് പുലർത്തുന്നവരാണ് എന്നൊക്കെയാണ്. പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ എന്തൊക്കെ പറഞ്ഞാലും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നതാണ്. കഴിഞ്ഞില്ല, മേഖലയിലെ സായുധ സംഘങ്ങൾ അഥവാ ഹിസ്ബുള്ള, ഹൂത്തികൾ, അതുപോലെ തന്നെ ഇറാഖി മിലീഷ്യകൾ ഇവരെയൊക്കെ പിന്തുണക്കുന്നത് നിർത്തണം. ഈ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പണവും ആയുധങ്ങളും പരിശീലനവും അവസാനിപ്പിക്കണം. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്നു കൊടുക്കണം. ഇറാന്റെ മിസൈലുകളുടെ എണ്ണത്തിലും ദൂരപരിധിയിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇതിൽ വിചിത്രമായ മറ്റൊന്നാണ് ഈ പറയപ്പെട്ടത്. 300 കിലോമീറ്റർ ആക്കി ചുരുക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. പിന്നെന്തിനാണ് ഇറാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള മിസൈലുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം? 300 കിലോമീറ്റർ ആണെങ്കിൽ പിന്നെ എത്ര ദൂരം പരിമിതപ്പെടുത്തണം എന്നതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യം തീരുമാനിക്കുന്നതാണ്. അമേരിക്കയുടെ കയ്യിൽ, ഇസ്രായേലിൻ്റെ കയ്യിൽ എത്ര ദൂരം പോകുന്ന മിസൈലുകളുണ്ട്, എത്ര ദൂരം പോകുന്ന അറ്റാക്കിംഗ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇറാൻ അത് പാടില്ലെന്ന് പറയുന്നത് എന്തുമാത്രം തെറ്റായ കാര്യമാണ്. മിസൈലുകൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥ, അല്ലാതെ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഈ മറ്റ് ഇറാന് ഈ ഇങ്ങനെ 12 കാര്യങ്ങൾ, പിന്നെ ഇറാന് വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. 3 കാര്യങ്ങൾ വാഗ്ദാനങ്ങളാണ്. ഒന്ന്, ഇറാനെതിരെയുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും തങ്ങൾ നീക്കം ചെയ്യും. ഇറാന്റെ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ നിലയങ്ങൾക്ക് അഥവാ ബുഷഹർ പോലെയുള്ള ആണവ നിലയങ്ങൾക്ക് അമേരിക്ക സഹായം നൽകും. സ്നാപ്പ് ബാക്ക് സംവിധാനം അഥവാ ലംഘനമുണ്ടായാൽ ഉടൻ ഉപരോധം ഏർപ്പെടുത്തുന്ന രീതി ഒഴിവാക്കുമെന്ന്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനെതിരെയുള്ള എല്ലാ സാമ്പത്തിക നീക്കങ്ങളും നീക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ പറയുന്നതിനെ നമ്മൾ ആലോചിക്കുക, ഇവിടെ ഇറാൻ എല്ലാം കീഴടക്കി കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത, അഥവാ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുന്നിടത്തോളം അമാന്യത കാണിക്കുന്ന ഒരു രാഷ്ട്രത്തെ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ അമേരിക്ക ഇറാനെ മറ്റു രാജ്യങ്ങളിലൊക്കെ ചെയ്തതുപോലെ, വെനസ്വേലയുടെ മഡൂറോയെ പിടിച്ചു കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകില്ല എന്ന ഒരു ഉറപ്പും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ 15 ഉപാധിയും അവർ ഹോർമുസിലേക്ക് അങ്ങ് എടുത്തെറിയുകയാണ്. എന്നാൽ ഇതിൽ ഒരെണ്ണം പോലും ഇറാൻ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, പുതിയ 5 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളും പൂർണ്ണമായും നിർത്തലാക്കണമെന്നതാണ് ഒന്നാമത്തേത്. ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ വീണ്ടും ഇറാനെതിരെ യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്താൻ വ്യക്തമായ രാജ്യാന്തര സംവിധാനങ്ങൾ രൂപീകരിക്കണം. നിലവിൽ യുദ്ധം മൂലം ഇറാനുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ അമേരിക്കയും ഇസ്രയേലും കൃത്യമായ തുക നഷ്ടപരിഹാരമായിട്ട് നൽകണം. യുദ്ധം അവസാനിക്കുന്നത് ഇറാനിൽ
ഇറാനിൽ മാത്രമല്ല എല്ലാ മേഖലയിലും പ്രതിരോധ ഗ്രൂപ്പുകൾക്കും അഥവാ ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖി മിലീഷ്യകൾ ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ എല്ലാ മുന്നണികളിലും അവസാനിപ്പിക്കണം. അഥവാ അവരെ നിങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഹോർമസ് കടലിടുക്കിന്മേൽ ഇറാന്റെ പരമാധികാരവും നിയമപരമായ അവകാശവും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുകയും അതിൽ ഗ്യാരണ്ടി നൽകുകയും വേണമെന്നുമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. തത്വത്തിൽ ഇരു കൂട്ടർക്കും രണ്ട് ഉപാധികളും അസ്വീകാര്യമാണ്. പിന്നെ എങ്ങനെ യുദ്ധം ഒടുങ്ങുമെന്നാണ് വിഷയം. ഇറാൻ തീർത്തു പറഞ്ഞു, യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്, പക്ഷേ തീർക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തി ഇറാൻ കൂടുതൽ ആക്രമണോത്സുക കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അമേരിക്കയുടെ താവളങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത ഇരുട്ടടി കൂടി സമ്മാനിക്കുകയാണ് ഇറാൻ. അഥവാ ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഈടാക്കുക അഥവാ ടാക്സ് ഈടാക്കുവാനുള്ള പദ്ധതി ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ലോകത്തെ പല രാജ്യങ്ങളിലെയും കപ്പൽ പാതകളിലും കടലിടുക്കുകളിലും രാജ്യങ്ങൾ ചുങ്കം സ്വീകരിക്കാറുണ്ട്. ഈജിപ്ത് സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രങ്ങളിലും ഇത് ഏർപ്പെടുത്താറുണ്ട്. പക്ഷെ തങ്ങൾ ഇതുവരെയും ഇങ്ങനെയൊരു ചുങ്കം സ്വീകരിച്ചിരുന്നില്ല. ഇനി ഞങ്ങൾക്കത് വേണമെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഇതുകൂടിയായാൽ ട്രംപിനെ കൊണ്ട്, ഈ യുദ്ധം കൊണ്ട് ലോകത്തിന് കിട്ടിയ മറ്റൊരു സമ്മാനമെന്നോ ആനുകൂല്യമെന്നോ അല്ലെങ്കിൽ ഇടങ്ങേറ് എന്ത് വേണമെങ്കിലും പറയാം. ഈ രാഷ്ട്രങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ വന്നു, മില്യൺ കണക്കിന് ഡോളർ പിരിച്ചു ചില കപ്പലുകളോട്. ആ കപ്പലുകൾ അങ്ങനെയാണ് കടത്തിവിട്ടത്. അതിൽ ഇന്ത്യയും ഉണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നു. എന്നാൽ ഇന്ത്യയും ഇറാനും അത് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു പല രാഷ്ട്രങ്ങളുടെയും കപ്പലുകൾ മില്യൺ കണക്കിന് ഡോളറുകൾ അത് യുവാനിൽ നൽകണം, അഥവാ ചൈനയുടെ രൂപ എന്നോ അല്ലെങ്കിൽ ചൈനയിലെ യുവാൻ മൂല്യത്തിൽ നൽകണം എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അഥവാ ഡോളർ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, അഥവാ ഡോളറിനെ തളർത്തുന്ന സംവിധാനം ഇറാൻ ഉണ്ടാകുന്നു. ഇതുകൂടി ആയി കഴിഞ്ഞാൽ അമേരിക്കയെ ലോകരാഷ്ട്രങ്ങൾ വെറുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനൊക്കെ ഇടയിലാണ് ലോക നേതാവാകാനുള്ള അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവാകുവാനുള്ള ക്ഷണം തനിക്ക് കിട്ടി എന്ന വിചിത്ര അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നത്. ഈ ലോകം എത്രമാത്രം വിചിത്രമാണെന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ നായകൻ എന്തുമാത്രം വിചിത്രമാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് 10 വർഷം, ഇപ്പോഴും കാത്തിരിപ്പ് തന്നെ. ഇനി വേണ്ട കാത്തിരിപ്പ്. കണക്ക് ചോദിക്കാൻ സമയമായി. കേരളം ജയിക്കും, UDF നയിക്കും.